ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ മിന്നൂസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാനിതാ രാവിലെ എണീച്ചിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ മാത്രമേ ഉള്ളൂ, ഞാനും ഏട്ടനും അച്ഛനും മാത്രമേ ഉള്ളൂ വീട്ടിൽ. ടാട്ടനും ഉണ്ട് കേട്ടോ. ടാട്ടൻ ഇന്ന് പോവും. ടാട്ടനെന്തോ ടൂറോ കാര്യങ്ങളായിട്ട് എന്തോ ഉണ്ട്. പിന്നെ ഷാരു ഇവിടെ ഇല്ല. ഷാരുവും ടീയും വീട്ടിലാണ്, അവരെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അമ്മ അതാ ഇന്ന് രാവിലെ അമ്മ മറ്റേ തൊഴിലുറപ്പിൻ്റെ ടീമിൻ്റെ കൂടെ അങ്ങനെ അവർ ടൂറ് പോയിരിക്കുകയാണ്. മൈസൂരാണ് അവർ പോയിരിക്കുന്നത്. അപ്പോൾ അവരിനി നാളെ വരുത്തുള്ളൂ, നാളെ രാത്രിക്കായിട്ട് വരുത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഞാൻ രാവിലെ എണീച്ച് ഫ്രണ്ടിലത്തെ ഡോറ് തുറന്നിട്ടില്ല, നേരെ അടുക്കളയ്ക്ക് പോയി. അടുക്കളയിൽ ഇങ്ങനെ ഇപ്പോൾ നമ്മൾ അടുപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അടുപ്പിൽ കത്തിക്കാനൊക്കെ ഇതാക്കിയിട്ട് ഞാൻ മെല്ലെ അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇവിടെ അച്ഛൻ തീയൊക്കെ ഇട്ടിട്ടുണ്ട്, ചണ്ടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അച്ഛൻ കത്തിച്ച് ഞാൻ മുറ്റൊക്കെ അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മുറ്റൊക്കെ അടിച്ചു വാരി. ഇപ്പം ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു, എന്തായാലും സമയം പോകണ്ടേ. അപ്പോൾ അങ്ങനെ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിതാ അതിന് മുട്ട എല്ലാവർക്കും മുട്ട ഇട്ടിട്ടുണ്ട്, പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുപ്പാണ്. ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ട് മക്കളെ, നിങ്ങൾ അറിഞ്ഞോ? ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ട്. കിട്ടാൻ എത്ര ദിവസം കഴിയുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഗ്യാസ് കഴിഞ്ഞിട്ടൊരു 2 ആഴ്ച കഴിഞ്ഞ്. അപ്പോൾ ഞാനെന്താ തലേ ദിവസം അച്ഛൻ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നന്നാക്കി കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ചട്ടിയിൽ വെച്ചിട്ടാണ് കറി വയ്ക്കാൻ. ഫസ്റ്റ് ടൈമാണ് ചട്ടിയിൽ വെച്ച് കറി വയ്ക്കുന്നത്. അമ്മ പറഞ്ഞു തന്നതാണ് ഇങ്ങനെ വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അവിടെ എൻ്റെ വീട്ടിൽ കുക്കറിലൊക്കെ അടുപ്പിൽ വെക്കും കേട്ടോ. കുക്കറൊക്കെ അടുപ്പിൽ വെച്ചിട്ടാണ് ഇതാക്കാൻ. ഒരു കേടും ഉണ്ടാവില്ല, ഒന്നും പറ്റില്ല, കുക്കറിനൊന്നും പറ്റില്ല. നമ്മൾ സാധാ പാത്രം കഴുകുന്ന പോലെ കരി ഉണ്ടാവും, അത് കഴിക്കാൻ പോകുന്ന സാധനമല്ലേ. അപ്പം ഗ്യാസുമ്മയും വയ്ക്കുക, അടുപ്പത്തും വയ്ക്കുക. എല്ലാവരും അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിക്കൊണ്ട്. ഇപ്പോൾ ചിലർ നല്ല ഇതല്ലേ, കുക്കറല്ലേ, അപ്പം അത് കേടാക്കണമെന്നൊക്കെ ചോദിക്കും. പക്ഷേ ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ കുക്കർ അടുപ്പത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിങ്ങനെ ഡെയിലി നമുക്കിങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പോൾ കുക്കർ അടുപ്പത്ത് വെച്ച് പെട്ടെന്ന് ചിക്കൻ താക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെയ്ത് നോക്കാം, ഇഷ്ടമുള്ളവർക്ക് ചെയ്ത് നോക്കാം, ഇഷ്ടമില്ലാത്തവർക്ക് ചെയ്ത് നോക്കണ്ട. അപ്പോൾ ഞാൻ ഒരു ഉള്ളിയും 2 ഉരുളക്കിഴങ്ങും സാധാ മസാലക്കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അതിൻ്റെ ഇടയിൽ മുട്ട ഓവർ ഇതാവണ്ട വെച്ചിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കിയിരിക്കുകയാണ്. പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞതാവാൻ നേരത്ത് 2 പഴവും അതിലിടാമെന്ന് വിചാരിച്ചിട്ടാണ്. പഴം പുഴുങ്ങിയതും അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അത് വെച്ചതാണ്. അപ്പം ഇന്ന് ഞാൻ ലീവാക്കിയതാണ് കേട്ടോ. ഇവിടെ വീട്ടിൽ ആരുമില്ല, അമ്പടിൻ്റെ കൂടെ ആരുമില്ല. അപ്പോൾ ഞാൻ അംഗനവാടിയിലാക്കി കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആണ്. പിന്നെ മക്കളെ, ഞാൻ പീരീഡ്സാണ്. എൻ്റെ ഒരു ഡേ ഇന്നത്തെ ഫുള്ള് പോയി കിടക്കുകയാണ്. അത് പറയാൻ ഞാൻ ഫസ്റ്റ് വിട്ടുപോയി. ഫുള്ള് പോയി കിടക്കുകയാണ്. അപ്പം അതാണ് ഇന്ന് ഫുള്ളൊരു മൂകത. എനിക്ക് മുഖത്ത് തന്നെ കണ്ടാൽ മനസ്സിലാവും, ഭയങ്കര ക്ഷീണമാണ്. വായയിൽ നല്ല അടാറ് പുണ്ണും വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വേദന കൂടെ വായ തുറക്കാൻ പറ്റില്ല, ഉമിനീര് ഇറക്കാൻ പറ്റില്ല, ഭയങ്കര വേദനയാണ്. അപ്പോൾ അതും അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഏട്ടൻ എണീച്ചിട്ടില്ല കേട്ടോ, ഏട്ടൻ മേലുണ്ട്. അപ്പോൾ ഏട്ടൻ എണീക്കുമ്പോഴത്തിന് ഇതൊക്കെ ഒന്ന് ആക്കി വെച്ച് ഏട്ടന് പോകുമ്പോൾ ഫുഡ് കൊണ്ടുപോവും ചെയ്യുക. പിന്നെ നമ്മളെ പണിയും കഴിഞ്ഞിട്ടെങ്കിൽ കുറച്ച് നേരം കിടക്കും ചെയ്യുക. അതാണ് എൻ്റെ പ്രധാനം. വേഗം പണി തീർക്കുക, വേഗം കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക. അപ്പം ഒരു ഉള്ളി കേട്ടോ, അതിനടുത്തൊരു കുറച്ച് വലുപ്പമുള്ള മീഡിയം ഉള്ളി, പിന്നെ 2 പച്ചമുളക്, തക്കാളി ഇടണം കേട്ടോ. ഞാൻ തക്കാളി ഇടാൻ മറന്നുപോയിടോ. ഞാൻ കറിയൊക്കെ കൂട്ടിക്കഴിഞ്ഞ് ലാസ്റ്റ് രാത്രിയാണ് ഞാൻ അറിഞ്ഞത് തക്കാളി ഇട്ടില്ലയെന്ന്. എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ, പക്ഷേ ഒരു പ്രശ്നമില്ല. പക്ഷെ നമ്മൾ തക്കാളി മിസ് ചെയ്യൂലേ, എന്തോ ഒരു സാധനം മിസ്സിങ് ഉണ്ടല്ലോ എന്നുള്ളൊരിത് മാത്രമേ ഉള്ളായിരുന്നു. അപ്പം 1 തക്കാളിയോ 2 തക്കാളി നിങ്ങൾക്ക് ഇഷ്ടമുള്ള അങ്ങനെ യൂസ് ചെയ്യുക, ഓവർ തക്കാളി ആക്കരുത്. എന്നിട്ട് സാധാ മസാലക്കറി വെക്കും, മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് സാധാ മസാലക്കറി, അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പം ഇന്ന് ആരും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര മൂകത പറഞ്ഞാൽ ഞാൻ അടുക്കളയിൽ കയറാറേ ഇല്ല കേട്ടോ. ഫുൾ അമ്മ അല്ലെങ്കിൽ ഷാരു മീൻസ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഏട്ടൻ്റെ വൈഫാണ് കേട്ടോ. അവരാണ് ഉണ്ടാവുക, അവർ 2 ആളും കൂടിയാണ് ഇവിടെ ഉണ്ടാവുക. ഞാൻ പുറത്ത് അടിച്ചു വാരൽ, അങ്ങനത്തെ കാര്യങ്ങളായിട്ട് തുടയ്ക്കൽ, തിരുമ്പൽ, അങ്ങനത്തെ കാര്യങ്ങളായിട്ട് പോവും. ഇപ്പോൾ പിന്നെ അടുപ്പായതുകൊണ്ട് എനിക്ക് തീരെ പറ്റുന്നില്ല. പക്ഷേ നമ്മൾ സാഹചര്യം അങ്ങനെയല്ലേ, ഫുഡ് ഉണ്ടാക്കി തിന്നണ്ടേ. അപ്പോൾ പിന്നെ എന്തായാലും നമ്മൾ ഇതാക്കണ്ട, ഗ്യാസ് യൂസ് ചെയ്യാനേ പറ്റില്ല നമുക്ക്. അപ്പം അമ്മ രാവിലെ എണീച്ചിട്ട് ചോറുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചോറും പുട്ടും
ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ പോകുന്ന സമയത്ത്. പിന്നെ അപ്പുറത്തുനിന്ന് നിശ്ചയിച്ച് രാവിലെ അവർക്ക് ടൂർ പോകുമ്പോൾ കൊണ്ടുപോകാൻ അവർ മറ്റേ എന്താണ് നമ്മളെ ഇഡ്ഡലി ഉണ്ടല്ലോ, ഇഡ്ഡലി ഉണ്ടാക്കിന്. അപ്പോൾ അതും ഇഡ്ഡലി മതില്ല, അവൻ പുട്ട് കഴിക്കില്ല, ദോശയാണ് അവന് ഏറ്റവും ഫേവറേറ്റ്. അപ്പോൾ ദോശ ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഇഡ്ഡലി നിശ്ചയിച്ചിവിടെ ഉണ്ടാക്കിയപ്പോൾ ഇഡ്ഡലിയും കൊണ്ടു തന്ന്. അപ്പോൾ പിന്നെ ആദൂന് ഇഡ്ഡലിയും ചിക്കൻ കറി അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ച്. ഏട്ടന് അവർക്ക് പുട്ടും ചിക്കൻ കറിയും കൊടുക്കുക വെച്ചാൽ അച്ഛൻ രാവിലെ എണീച്ച് ചോറൊക്കെ തിന്നു തോന്നുന്നുണ്ട്. അച്ഛൻ തലേ ദിവസത്തെ ചോറാണ് തിന്നാട്ടോ. അപ്പോൾ ചോറും ഇന്നലത്തെ കറിയും മീൻ കറിയും ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൂട്ടി അച്ഛൻ ചോറ് തിന്നിട്ടുണ്ട്. അച്ഛൻ നേരത്തെ പണിക്ക് പോവും. അപ്പോൾ പിന്നെ ഞാൻ ഇനി ചിക്കൻ കറി ഉണ്ടാക്കലാണ്. കുറച്ച് ചിക്കൻ ഉള്ളായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് കഷ്ണങ്ങളാക്കി, കുറച്ച് തോനെയായിട്ടോ വലിയ കഷ്ണങ്ങളാക്കിയിട്ടേനും മുറിച്ച് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് പാകത്തിനുള്ള മുളക് പൊടി ഇടുക, മഞ്ഞൾപ്പൊടി ഇടുക, പിന്നെ മല്ലിപ്പൊടി ഇടുക, ഉപ്പിടുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക നമ്മൾ. തക്കാളി ഇട്ടാൽ മറക്കരുതിട്ടോ മക്കളെ. ഞാൻ തക്കാളി ഇടണ്ടോ ആരെങ്കിലും ശ്രദ്ധിച്ചോന്നറിയില്ല, തക്കാളി ഇട്ടിട്ടില്ല. തക്കാളി ഒരു കഷ്ണം പോലും ഞാൻ ഇട്ടിട്ടില്ല, മറന്നു തന്നെ പോയി. എന്താണെന്ന് എനിക്കറിയില്ല, കാരണം മൂകതയിലാണ്. അപ്പോൾ അതിൻ്റെ എന്തോ എന്തൊക്കെയോ ആലോചിച്ചിങ്ങനെ നിൽക്കുകയാണ്, അതിൻ്റെ ഇതിലാണ്. അപ്പം ഇനി ഉപ്പും പാകത്തിന് ഉപ്പിടുക കേട്ടോ, ഓവർ ഉപ്പിടരുത്. നിങ്ങൾ പാകത്തിന് നോക്കിയിട്ട് ഉപ്പിട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് നോക്കുക, ഉപ്പ് എങ്ങനെ നോക്കുക. ഏറിപ്പോയത് കുറഞ്ഞാലും കുഴപ്പമില്ല, ഏറിയാലാണ് പ്രശ്നം, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഇതാണ് ചിക്കൻ, ഇതിലേക്ക് ഇടുക. എന്നിട്ട് നമ്മൾ വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കിയിട്ട് അടുപ്പിലേക്ക് വെച്ചാൽ മതി. പിന്നെ ഞാൻ എന്തെങ്കിലും ഉപ്പേരി ഉണ്ടാക്കാമെന്നുള്ളത് ഇങ്ങനെ നോക്കി ഫ്രിഡ്ജൊക്കെ പോയി നോക്കിയപ്പം ഉപ്പേരിക്ക് മറ്റേ കൊത്തമര, നമ്മളിവിടെ കൊത്തമര എന്നാണ് പറയുക, അതും ഉണ്ടായിരുന്നു, വെണ്ടയ്ക്കും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഫ്രിഡ്ജിൽ അത് ഇടുന്നുണ്ട്. അപ്പം പിന്നെ വെണ്ടയ്ക്ക എടുത്തിട്ട് മുറിച്ച് മറ്റേ പൊരിക്കാമെന്ന് വിചാരിച്ചു. പൊരിച്ചാൽ എന്തായാലും തിന്നോളൂ എല്ലാവരും. ഉപ്പേരി ആക്കിയാൽ വല്ലാണ്ട് അങ്ങോട്ട് തിന്നൂല, എന്നാലും പൊരിച്ചതായതുകൊണ്ട് വേഗം അങ്ങോട്ട് കൂട്ടി. ആദൂനായാലും ഇഷ്ടമാണ് പൊരിച്ചത്. അപ്പോൾ നമ്മൾ കുറേ ഉപ്പേരി ഉണ്ടാക്കിയാൽ അത് വലിയ താല്പര്യം ഉണ്ടാവില്ല. അപ്പം നമ്മളിങ്ങനെയാണ് കേട്ടോ മിക്സ് ചെയ്യുക. നിങ്ങൾ കരണ്ടി ഇട്ടിട്ട് മിക്സ് ചെയ്യുക, നമ്മളിവിടെയൊക്കെ ഇങ്ങനെയാണ് മിക്സ് ചെയ്ത് സെറ്റാക്കുക. പിന്നെ ഉപ്പൊക്കെ കറക്റ്റ് നോക്കുക. അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, ഞാൻ പിന്നെ ഉപ്പ് പിന്നെ ഇടുകയാണ് കേട്ടോ ചെയ്തത്. ഉണ്ടോ, പിന്നെ ഇടുകയാണ് ചെയ്തത്. ഇങ്ങനെ ഉപ്പ് ഇടുന്നതിന് പിന്നെ പ്രശ്നമില്ല, കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര ഇതാണല്ലോ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഇടയ്ക്ക് അമ്മേൻ്റെ അടുത്ത് ഉപ്പ് കൂടുമ്പോൾ അമ്മ മറ്റേ വാഴത്തട്ടല്ലേ, വാഴത്തട്ട മീൻസ് വാഴേൻ്റെ ഇലേൻ്റെ ഭാഗമില്ലേ, അതിലൊരു വലിയ തണ്ട് വരുന്നില്ലേ, ആ തണ്ട് മുറിച്ചിട്ട് ഇതിലിടും. അപ്പോൾ ഉപ്പ് ഇതുമ്മയ്ക്ക് പിടിക്കും, കുറേ ഉപ്പ് ഇതുമ്മയ്ക്ക് പിടിക്കും. അപ്പോൾ ഉപ്പിൻ്റെ കുറച്ചൊരു കുറവുണ്ടാവും. അമ്മ ഇവിടെ അങ്ങനെയൊക്കെ ചെയ്യും. അമ്മ ചിലപ്പോൾ 2 വട്ടമൊക്കെ ഉപ്പിടും, മറന്നു പോവും. ഇവിടെ അങ്ങനെയൊക്കെ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മളെ വെളുത്തുള്ളി ഇഞ്ചി നമ്മളതിലേക്ക് കൊത്തിയിടുകയാണ്. പിന്നെന്താണ് ഇനി പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. ഈ അടുക്കളയത്തെ അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തിരുമ്പൽ തുടയ്ക്കൽ അങ്ങനത്തെയൊക്കെ പണികളുള്ളൂ. അത് കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് നല്ലൊരു ഉറക്കം ഉറങ്ങണം, അല്ലെങ്കിൽ ശരിയാവില്ല. അത്രയ്ക്ക് വയ്യാണ്ട് തുടങ്ങിയിട്ടുണ്ട്, എന്നാൽ വേദന വരാൻ തുടങ്ങിയിട്ടുള്ളൂ. ഫസ്റ്റ് ഡേ ആണ്. ഇന്നലെ നൈറ്റിലേ ഉണ്ട് എനിക്ക് ചെറുതായിട്ട് ഇങ്ങനെ വേദനയൊക്കെ കേട്ടോ. അപ്പോൾ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് പീരീഡ്സ് ആവാനുള്ളതാണെന്നുള്ളത്. പിന്നെ ഒരു ഡേറ്റും ഇല്ല, നമുക്ക് ഒരു ഡേറ്റ് ഉണ്ടാവില്ല. എനിക്ക് ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുക, ഏതെങ്കിലുമൊക്കെ ഒരു ഡേറ്റ് ആയിട്ടാണ് ഉണ്ടാവും. ഇപ്പം ഈ ഡെലിവറി കഴിഞ്ഞതിന് ശേഷമേ എനിക്ക് അങ്ങനെയാണ്, ഒരു കറക്റ്റ് ഒരു ഡേറ്റ് ഇല്ല. അപ്പം ഇപ്പം 3 വർഷം കഴിഞ്ഞ് 4 വർഷമാവാനായി, ഇങ്ങോട്ടും ഒരു കറക്റ്റ് ഡേറ്റ് എനിക്കില്ല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കളിക്കുക, അങ്ങനെയാണ്. എനിക്കറിയില്ല, ഹോർമോണിൻ്റെ പ്രശ്നമായിരിക്കും. അപ്പം ഇനി വേഗം പണികളൊക്കെ തീർക്കണതാണ് കേട്ടോ. നമ്മൾ എടുത്ത് വെച്ചിരുന്ന പാത്രങ്ങൾ ഒക്കെ ഒതുക്കി വയ്ക്കുക. നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി അതൊക്കെ എനിക്ക് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ വേഗം എടുത്ത് വയ്ക്കുക. പിന്നെ കുറേ പണികൾ അമ്മ ചെയ്തു പോയതുകൊണ്ട് ഞാൻ കുറച്ച് രക്ഷപ്പെട്ട്, എന്നാലും കുറച്ച് പണികളൊക്കെയാണ്. പിന്നെ പീരീഡ്സ് ആയതുകൊണ്ട് പിന്നെ തീരെ വയ്യാണ്ടാവും, നമുക്കൊന്നും എടുക്കാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, നമ്മൾ സംസാരിക്കാൻ ആരുമില്ല. അപ്പുറത്ത് ശ്രീമോളുണ്ട് കേട്ടോ, ഓളും ഇതേപോലെ തന്നെ പണിയിലാണ് അവിടെ. നിശ്ചയിച്ചില്ലാത്തതുകൊണ്ട് ഓളാണ് ചോറും കറിയൊക്കെ ഉണ്ടാക്കുന്നത്. നിശ്ചയിച്ച് രാവിലെ ചായക്കടി ഉണ്ടാക്കി ഇതേപോലെ തന്നെയാണ് പോയത്. അപ്പോൾ ഞാൻ എന്താ ഉപ്പേരിക്കുള്ളതൊക്കെ എടുക്കുകയാണ് കേട്ടോ. വെണ്ടക്ക അതൊക്കെ ഫുൾ ഇതിൽ മറ്റേതായിരുന്നു, എന്താണ് ഒരു കവറിലാക്കി കെട്ടിച്ചിരിക്കുകയായിരുന്നു അമ്മ. അതാകുമ്പോൾ കേട് വരില്ലല്ലോ, ഫ്രഷ്നെസ് ഉണ്ടാവും. അപ്പം വെണ്ടക്ക എത്ര എടുക്കുക എന്നുള്ളത്, അപ്പോൾ പിന്നെ ഞാൻ മുഴുവൻ എടുക്കാമെന്ന് വിചാരിച്ചു. ആകെ കുറച്ചുള്ളായിരുന്നു. പറ്റ കുറച്ചാൽ പിന്നെ ആർക്കും തിന്നാനും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പിന്നെ നല്ലതൊക്കെ നോക്കിയിട്ട് എടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ കൂടെ മെലിഞ്ഞ് വരികയാണല്ലോ, എന്താണെന്ന് എനിക്കറിയില്ല.
കുറേ നമ്മളതായിട്ടുള്ള കുറേ ഇഷ്യൂ, പ്രശ്നം, സങ്കടം ഒക്കെ ആകുമ്പോൾ അങ്ങനെ നമ്മളതായിട്ടുള്ള ഓരോ പ്രശ്നങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര അത് തരണം ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ ഭയങ്കര പ്രശ്നമാണ് മക്കളെ. ഭയങ്കര എന്ന് പറഞ്ഞാൽ നമുക്കങ്ങനെ അങ്ങനത്തെ ഒരു ഇത് ആയിരിക്കും വരാണ്ടിരിക്കട്ടെ. നമ്മളതിലൂടെ അങ്ങനെ പൊരുത്തപ്പെട്ട് പോകാൻ ഭയങ്കര ഇതാണ്. പക്ഷേ നമുക്ക് വേറെ വഴിയില്ല, അങ്ങനെ പോയേ പറ്റുള്ളൂ. ലൈഫാണ്, ജീവിച്ചേ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ജീവിച്ച് പോവുക, അല്ലാണ്ട് വേറെ വഴിയില്ല. അപ്പം ഞാനിതാ പറഞ്ഞിങ്ങനെ ചോറിങ്ങനെ പോവും. വെണ്ടക്ക എടുത്തിട്ടുണ്ട്. വെണ്ടക്ക നന്നായി കഴുകുക. എന്നിട്ട് അത് സാധാരണ പോലെ കട്ട് ചെയ്തിട്ട് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ആണ് ഞാൻ പൊരിക്കുക കേട്ടോ. ഉപ്പും മുളകും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് സാധാരണ പോലെ കുഴച്ചിട്ട് നമ്മൾ ഓയിലേക്ക് ഇടുക. എന്നിട്ട് കുറേ നേരം മിക്സ് ചെയ്ത് അത് ഞെരിയണ വരെ മിക്സ് ഇളക്കുക. എന്നിട്ട് ഞെരിഞ്ഞിട്ട് നല്ലോണം ഞെരിഞ്ഞ് നല്ല കരിഞ്ഞിങ്ങോട്ട് വരണം. ഓവർ കരിയത് അത്യാവശ്യം ഒരു മീഡിയം ഇതിൽ കരിഞ്ഞ് വരണം. എന്നിട്ടത് നല്ലോണം ഇളക്കി സെറ്റാക്കുക കേട്ടോ. അങ്ങനെയാണ് ഞാൻ പൊരിക്കാറ്. എല്ലാവരും അങ്ങനെയായിരിക്കും. നമ്മളിവിടെ ഞാൻ അങ്ങനെയാണ് കേട്ടോ പൊരിക്കാറ്. അമ്മ രാവിലെ പോകുമ്പോ ചുട്ടിനി പുലർച്ചയ്ക്ക് ഇവിടെ ഉണ്ട് അതൂന്. അതന്നെ ഒതുക്കി രാവിലെ ചെടി നോക്കേണ്ട ആവശ്യം വന്നില്ല. ഉച്ചക്കത്തേക്ക് നോക്കിയാൽ അതന്നെ ഇവിടെ അമ്മ ഉണ്ടാക്കി. ചോറും കറി ഉണ്ടാക്കേണ്ടി വരും അല്ലേ? അതറിഞ്ഞ് ഉച്ചത്തേക്കുള്ള നോക്കിയാൽ മതി. രാവിലത്തേക്ക് അമ്മ ഉണ്ടാക്കി വെച്ചോണ്ട് മനസ്സിലായി. ചോറ് കൊണ്ടുപോയില്ലേ? കൊണ്ടുപോയില്ല. ചോറ് പൊതിച്ചോറാക്കിയൊക്കെ അമ്മ കൊണ്ടുപോകണമെങ്കിൽ അപ്പോൾ ശ്രീമോൾ ഇതാ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കിയിരുന്ന മാവ് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വയ്ക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവളുടെ അടുത്തേക്ക് പോവും. എന്നിട്ട് ഞങ്ങളിങ്ങനെ ഓരോന്ന് ചെയ്യും. അങ്ങോട്ടും ഇങ്ങോട്ടും വേഗം ചെയ്ത് ഞാൻ തീർത്തിട്ട് വെറുതെ ഇരുന്ന് വർത്താനം പറയല്ല, കുറച്ച് നേരം കിടക്കാമല്ലോ. അവൾക്ക് പിന്നെ കുറേ വർക്ക് ഉണ്ട് കേട്ടോ. അവൾ ഫാഷൻ ഡിസൈനിങ്ങിന് പഠിക്കുകയാണ്. അപ്പോൾ അവൾക്ക് അവളുടേതായിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വേഗം പണി തീർത്തിട്ട് വർക്ക് ചെയ്യാനുള്ളതിലാണ്. പിന്നെ അത് അവളെ കാണിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലത്തെ കോലല്ലേ, അപ്പോൾ പിന്നെ വല്ലാണ്ട് കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാനായാലും ഇപ്പം ലൂസുള്ള ഡ്രസ്സാണ് ഞാൻ ഫുള്ള് ഇടൽ. എനിക്ക് നല്ലൊരു ആശ്വാസത്തിന് വേണ്ടി. ഇപ്പോൾ ചൂടുമാണ്, അപ്പം ലൂസുള്ള ഡ്രസ്സാണ് അധികം യൂസ് ചെയ്ത്. ഇപ്പം XXL അങ്ങനെ എന്തോ ആണ് തോന്നുന്നത് സൈസ് കേട്ടോ. ഒറ്റ ലൂസാണ്, പക്ഷേ നമുക്ക് യൂസ് ചെയ്യാൻ ഭയങ്കര സുഖമാണ് കേട്ടോ. അത് നല്ല രസമാണ്. നമുക്ക് യൂസ് ചെയ്യാൻ എന്തായാലും ഇങ്ങനെ ഈ നൈറ്റ് ഡ്രസ്സാകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണല്ലോ. അപ്പോൾ ലൂസായാലും നമുക്ക് പ്രശ്നമില്ല. അപ്പം അങ്ങനെയാണ്. അപ്പോൾ വെണ്ടയ്ക്കയാണ് കേട്ടോ ഞാൻ മുറിച്ച് കഴിയണേ ഇല്ല. ഇത് കുറച്ചെടുക്കും, കുറച്ച് പിന്നെ അടുപ്പിൻ്റെ ഇത് നോക്കും, അടുപ്പിൽ വെക്കാനുള്ളതൊക്കെ സെറ്റാക്കും. അപ്പോൾ മുട്ട വെച്ചത് മുട്ടപ്പുളം ആയിട്ടൊന്നുമില്ല. അപ്പോൾ അത് വെച്ചിട്ടേ ഉള്ളായിരുന്നു. അപ്പോൾ അത് നല്ലോണം ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് കാത്തു നിന്ന് കേട്ടോ. കുറേ നേരം അതിൻ്റെ പിന്നാലെ നടന്ന് അതിൻ്റെ ഇടയിൽ പോയിട്ട് മുറ്റൊക്കെ അടിച്ചു വാരി. മുൻഭാഗം അടിച്ചു വാരിയിട്ടുള്ളായിരുന്നു, ബാക്ക് ഭാഗം അടിച്ചു വരാണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഇവിടെ വെള്ളം തിളച്ചപ്പോൾ ഞാൻ പിന്നെ ഇങ്ങോട്ട് വന്നതായിരുന്നു. ബാക്ക് ഭാഗമൊക്കെ അടിച്ചു വാരി, അകമൊക്കെ അടിച്ചു വാരി ഇട്ടിട്ടോ ഞാൻ. ഇനി തുടയ്ക്കാനുണ്ട്, പിന്നെ തിരുമ്പാണ്ട്. ആദ്യമോ നീച്ചാൽ ഓനെ നീച്ച് കുളിപ്പിച്ച് ഓന് ഫുഡൊക്കെ കൊടുക്കണം, പിന്നെ ഏട്ടന് ഫുഡാക്കണം, അങ്ങനെയൊക്കെയുള്ളത്. അപ്പോൾ മുട്ട അവിടെ നല്ലോണം തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് കറിക്കുള്ള ചെറിയ ഉള്ളിയാണ് കേട്ടോ മുറിച്ച് കറി ലാസ്റ്റ് വറവിടാൻ വേണ്ടി ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ബാക്കിയുള്ള പണി നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ കറി ഇതാക്കി വെച്ചിട്ടുണ്ട്, ഞാൻ കലക്കി വെച്ചിട്ടുണ്ട്. അമ്മ അതവിടെ ചോറ് വെച്ചിട്ടുണ്ട്. ചോറ്, ചമ്മന്തി, ഇന്നലത്തെ മീൻ കറിയാണുള്ളത്. വെള്ളം വരെ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, കുടിക്കാനുള്ള വെള്ളമുണ്ട്. അപ്പോൾ ഇതാണ് നിശ്ചയിച്ചിന് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. അതിനുള്ള ഇഡ്ഡലിയാണ് കേട്ടോ. അത് അത്ര ഓനും തിന്നൂല, എന്നാലും ഓന് ഇഷ്ടമുള്ളത് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അതുപോലെ പുട്ടും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അമ്മ. പിന്നെ ചായ ഉണ്ട്.
അപ്പം അതൊക്കെ അമ്മ വെച്ചിട്ടാണ് പോയത്. പിന്നെ എനിക്ക് കുഞ്ഞു പരിപാടികളുള്ളൂ. അപ്പോൾ ഇത് രാവിലത്തെ വൈബുകളാണ്. എനിക്ക് ഇങ്ങനെ എടുക്കുന്നത് ഇഷ്ടമാണ്. ഇങ്ങനെ പൂവ്, അതുപോലെ പക്ഷികൾ, വെറുതെ ഇരിക്കൽ, ഇങ്ങനെ ഓരോ പ്രകൃതി ഭംഗി ആസ്വദിക്കുക എനിക്കിഷ്ടമാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ വേഗം അതൊക്കെ റെഡിയാക്കി വെച്ചപ്പോത്തിന് തുടയ്ക്കാൻ വേണ്ടി നിന്ന്. കറി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കറി ആകുമ്പോഴത്തേന് എനിക്ക് വേഗം തുടച്ച് വരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വേഗം തുടയ്ക്കാൻ വേണ്ടിയിട്ട് വടിയെടുത്തുകൊണ്ട് വന്ന് വേഗം തുടച്ച് സെറ്റാക്കുകയാണ്. അതിൻ്റെ ഇടന്ന് ശ്രീമോൾ എന്തൊക്കെയോ അവിടുന്ന് ചോദിക്കുന്നുണ്ട്. അതിനുള്ള അങ്ങനെ ഉത്തരങ്ങളൊക്കെ പറയട്ടെ ഇടയ്ക്ക്. പിന്നെ ഇനി ചായ കുടിക്കണം. ചായ കുടിച്ചിട്ടൊന്നുമില്ല, ചായ കുടിക്കണം. പണിയൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട്, കുറച്ച് പണി ഇങ്ങോട്ട് കഴിഞ്ഞിട്ട് ചായ കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ആരും നീച്ചിട്ടുമില്ല. അല്ലെങ്കിൽ ഞാൻ വേഗം നേരത്തെ ഞാൻ ചായ കുടിക്കലുണ്ട്. പിന്നെ എൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല. അപ്പം ചിക്കൻ കറിയും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്, കറി ഇല്ലായിരുന്നു. അപ്പം ചിക്കൻ കറിയും കൂടി ആയിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. തുടയ്ക്കൽ കഴിഞ്ഞാൽ പിന്നെ കുറേ വലിയ പണിയുണ്ട് കഴിഞ്ഞ പോലെ. ഇന്നലെ പിന്നെ ഞാൻ കുറേ തിരുമ്പിയിട്ടിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ വല്ലാണ്ട് തിരുമ്പാനൊന്നും ഇല്ലായിരുന്നു. കുറച്ചുള്ളായിരുന്നു കേട്ടോ, 2-3 ഉള്ളായിരുന്നു. പിന്നെ നമ്മൾ പുളിച്ചിട്ടും കൂടി ഉള്ളതും കൂടി ആക്കി തിരുമ്പാലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ വെച്ചതാണ്. പിന്നെ ലാസ്റ്റാണ് ഞാൻ തിരുമ്പിയത് കേട്ടോ. ലാസ്റ്റ് തിരുമ്പലാണ് ചെയ്തത്. അപ്പോൾ വന്ന് നോക്കിയപ്പോൾ ഇവിടെ വന്ന് നോക്കിയപ്പോൾ നമ്മളെ ചിക്കൻ കറി നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അത് വേഗം വറവിടുക, ഒന്ന് ഇളക്കി ഒന്ന് സെറ്റാക്കി വേഗം വറവിടാതെ ഇനി കേട്ടോ. വറവിട്ട് കഴിഞ്ഞാൽ പിന്നെ നേരെ ഉപ്പേരി ഉണ്ടാക്കുക. അത് തന്നെ വേഗം ഉപ്പേരി ഉണ്ടാക്കുക. ഉപ്പേരിയല്ല, നമ്മളെ വെണ്ടക്ക പൊരിച്ചത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞാൽ നമ്മളെ പരിപാടി കഴിഞ്ഞ്. പിന്നെ ഇതിൻ്റെ ഇടയിലൊരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് DM-ൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് താലി എന്താ, ചെയിൻ എന്താ ഇടാത്തതെന്ന് ചോദിച്ചിട്ട്. ചെയിൻ ഞാനൊന്നുമില്ല, ചെയിൻ ഇടാൻ താല്പര്യമില്ലാഞ്ഞിട്ടല്ല, അങ്ങനെ ഞാൻ യൂസ് ചെയ്യലില്ല. അതിൻ്റെയെന്ന് പറഞ്ഞാൽ എൻ്റെ താലിക്ക് കണ്ടാൽ മനസ്സിലാവും, കുറച്ച് വലുപ്പമുള്ള താലിയാണ്. അന്നത്തെ കാലത്ത് ചെറുതൊക്കെ ഉണ്ടാക്കിയാൽ മതി. പക്ഷേ ഏട്ടൻ്റെ ഒരു ഇഷ്ടം ആ താലി അങ്ങനെ മതി എന്നുള്ളൊരു ഏട്ടൻ്റെ ഇഷ്ടത്തിൽ അങ്ങനെ എടുത്തതാണ്. അപ്പം അതെന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല മൂർച്ചയാണ് അതിന്. നല്ല മൂർച്ച എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലാസ്റ്റ് ഭാഗത്തൊക്കെ നല്ല മൂർച്ചയാണ്. അപ്പോൾ ആ ഭാഗമൊക്കെ വെച്ച് ആദ്യം കിടക്കുമ്പോഴൊക്കെ ഭയങ്കര, നമുക്ക് നെഞ്ഞത്തൊക്കെ ഭയങ്കര വേദനയാണ്. പക്ഷേ വേദന ഉണ്ടെന്ന് വെച്ചിട്ട് നമുക്ക് താലി ഇടാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. താലി ഇടണതും ഇടാത്തതും അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്. ഇടണോ വേണ്ടേ ഇതെല്ലാം ഓരോരുത്തർ ഇഷ്ടമാണ്. ഇനി അത് കണ്ടിട്ട് എന്താ താലി ഇടാത്തത്, എന്താ സിന്ദൂരം ഇടാത്തത്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സിന്ദൂരം ഇട്ട് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ആ ചേച്ചി കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ. സിന്ദൂരം ഇട്ട് കണ്ടു. അപ്പോൾ എന്താ മോളെ, എന്താ പറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഫാമിലി ഇഷ്യൂ ആണോ, എന്താ താലി ഇടാത്തത്? താലി ഇട്ടിട്ടുള്ള ചേച്ചി ഇപ്പോൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ആരും, ഇപ്പോഴത്തെ ജനറേഷനിൽ നിന്നല്ല, പണ്ട് കാലത്തുള്ളവർക്ക് ബുദ്ധിയില്ല. എന്നാൽ താലി കല്യാണം കഴിച്ച് മീൻസ് ജീവിതകാലം ആ താലിയിട്ട് നടക്കണം എന്നുള്ള നിയമം ഉണ്ടാവും. ഞാൻ കണ്ടിട്ടില്ല. ജീവിതകാലം ആ സിന്ദൂരിട്ട് നടക്കണം എന്നുള്ള നിയമം ഉണ്ടാവില്ല. അതൊക്കെ ഓരോരുത്തർ പേഴ്സണൽ കാര്യങ്ങളാണ്. അപ്പം സിന്ദൂരം ഇടുന്നത് എന്താണ്, ഒരു ചേച്ചി പറഞ്ഞിട്ടുണ്ട് ഭർത്താവിൻ്റെ എന്തിനു വേണ്ടിയിട്ട്. അതൊക്കെ വെറുതെ തന്നെയാണ്. അപ്പോൾ സിന്ദൂരം ഇട്ടിട്ടാണോ? എത്ര ആൾക്കാർ സിന്ദൂരം ഇടാണ്ട് നടക്കുന്നുണ്ട്, എത്ര ആൾക്കാർ ഭർത്താക്കന്മാർക്ക് ഒരു കുഴപ്പമില്ലാണ്ട് ഇരിക്കുന്നത്. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്. അവർക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ ചേച്ചിക്ക് അതിൽ ഇടപെടേണ്ട ഒരു ആവശ്യമില്ല. അതൊക്കെ അവരെ പേഴ്സണൽ കാര്യങ്ങളാണ്. അപ്പോൾ ചേച്ചി അത് നോക്കേണ്ട ആവശ്യമില്ല. സിന്ദൂരം ഇടുന്നതും ഇടാത്തതും അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. അപ്പം ഞാൻ ആ ചേച്ചിക്കുള്ള മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഓരോരുത്തർ പേഴ്സണലല്ലേ, എന്തൊക്കെ ഇടണ്ടേ എന്നുള്ളതൊക്കെ പേഴ്സണലല്ലേ. അപ്പം ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. താലി ഇടാത്തത് വേറെ ഇഷ്യൂ കൊണ്ടല്ല മക്കളെ, എനിക്ക് കംഫർട്ടായി തോന്നുന്നത് ഞാൻ അപ്പോൾ ചെയ്യും. ഇടണമെങ്കിൽ ഇടുന്ന സമയങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവില്ല. അപ്പോൾ താലി എടുത്തിട്ട് പുറത്തേക്ക് ഇട്ടിട്ട് ഞാൻ താലി ഇട്ടിട്ടുണ്ട് കേട്ടോ, ഞാൻ സിന്ദൂരം ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിങ്ങനെ പറഞ്ഞു നടക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. അപ്പോൾ ഓരോരുത്തർ ഇഷ്ടങ്ങളാണ്. എന്തൊക്കെ എവിടെയൊക്കെ പറയണം എന്നുള്ളത് ഓരോരുത്തർ ഇഷ്ടങ്ങളാണ്. എന്തൊക്കെ എവിടെയൊക്കെ ചെയ്യണം എന്നുള്ളത് ഓരോരുത്തർ ഇഷ്ടങ്ങളാണ്. അപ്പം അതിനൊന്നും ഞാൻ ആരും ഒന്നും പറയില്ല. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്. പക്ഷെ ഇന്നെ വെച്ച് നോക്കുമ്പോൾ ഞാൻ പിന്നെയും സിന്ദൂരം ഇടലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അപ്പോഴത്തെ ആൾക്കാരൊന്നും ആദ്യം സിന്ദൂരം ഇടലില്ല അധികം ആൾക്കാരും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ, പക്ഷെ പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യില്ല. വീട്ടിലിരിക്കുമ്പോൾ അങ്ങനെ ഇടയ്ക്കിടും. പിന്നെ താലിയിടും. അപ്പം അതൊക്കെയാണ് നമ്മളെ പേഴ്സണൽ കാര്യങ്ങളാണ് കേട്ടോ. ഇടുന്നതും ഇടാത്തതും അല്ലാണ്ട് വേറെ ഇഷ്യൂ ഉണ്ടായിട്ടൊന്നല്ല. എനിക്ക് കംഫർട്ടായി തോന്നിയാൽ ഞാനിടും, എനിക്ക് കംഫർട്ട് അല്ലാണ്ട് തോന്നിയാൽ ഞാൻ ഇടൂല, അത്രയേ ഉള്ളൂ.
അതൊക്കെ ഓരോരുത്തർ കാര്യങ്ങളല്ലേ. അതന്നെ പറഞ്ഞു വന്നത്. അത് മുട്ടയും പഴവും പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അതിനിടയിൽ അതും ഏട്ടനും എണീച്ചിട്ടുണ്ട്. അപ്പം ഏട്ടൻ എന്താണ് മറ്റേ അതുവിന് മറ്റേ പണ്ടത്തെ വണ്ടി ഉണ്ടല്ലോ അതുണ്ടാക്കി കൊടുത്തതിന് കേട്ടോ. അപ്പോൾ മക്കളെ അതൊക്കെ കഴിഞ്ഞ് ഒരു ഡീപ്പ് ഒരു 5 hours ആണോ 4 hours ആണോ എന്നറിയില്ല. ഞാൻ ഭയങ്കര ഷോക്കായിപ്പോയി മക്കളെ, ഭയങ്കര ഷോക്കായിപ്പോയി. ഏട്ടനും അതൊക്കെ പോയി. ഞാൻ വേഗം തിരുമ്പി, വേദന തുടങ്ങാൻ തുടങ്ങിയപ്പോൾ ഞാൻ വേഗം പോയി കുളിച്ച് കിടന്നതാണ്. ആ കിടന്നിട്ട് പിന്നെ എണീക്കണത് എപ്പോഴറിയോ, 5-6 മണിക്കൂർ 4-5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ എണീച്ചത്. 11 മണി 1:30 ഒക്കെ ആകുമ്പോൾ കിടന്നിട്ടുണ്ട്. പിന്നെ ആദ്യം അംഗനവാടിയിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു 10 മിനിറ്റ് 5 മിനിറ്റ് മുന്നെയാണ് ഞാൻ എണീച്ചത്. 3 മണിക്കോ അങ്ങനെ എന്താണ് തോന്നുന്നത് എണീച്ച് തീരെ വയ്യാണ്ടായി എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മോ ഇമ്മാരി വയ്യാണ്ടായി അവർക്ക് ഉണ്ടായിട്ടില്ല. അമ്മാരി വയ്യാണ്ടായി നല്ലോണം കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയപ്പോഴാണെന്നൊരു ഓക്കെ ആയത് കേട്ടോ. ഊരവേദന ആയാലും പ്രഷർ കുറഞ്ഞതാണ് തോന്നുന്നത്, എനിക്കറിയില്ല. ഞാൻ പിന്നെ ഉപ്പിട്ടിട്ട് നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചു. കുറച്ച് നേരം കിടന്നങ്ങോട്ട് ഉറങ്ങി. പിന്നെ എണീച്ച് അതിനെ കൂട്ടിക്കൊണ്ടുവരാനുള്ള ആയപ്പോഴുള്ളതാണ് വേഗം എണീച്ചത് കേട്ടോ. എണീച്ചത് പറഞ്ഞാൽ അലാറം വെച്ചിട്ട് എണീച്ചതുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അലാറം അടിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് മുന്നേയായിട്ട് അലാറം വെച്ചിട്ടുണ്ടായിരുന്നു. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ്സ് മീ വിന്നൂസ്. അപ്പോൾ നമ്മളെ ഇന്നത്തെ ഒരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പീരീഡ്സ് ആയിട്ട് തീരെ പെട്ടെന്ന് വയ്യാണ്ടേ. അപ്പം ഏട്ടനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ ആക്കി പാക്ക് ചെയ്ത് ഏട്ടന് പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പിന്നെ അതുവിന് ഓന് ഫുഡ് കൊടുത്ത് കുളിപ്പിച്ച് ഓൻ അംഗനവാടിയിലാക്കി. പിന്നെ അതിന് ശേഷം എനിക്ക് ഒട്ടും വയ്യാണ്ടായി. വീഡിയോ എടുക്കാനുള്ളൊരു മൂഡില്ലായിരുന്നു, ഫോണിൽ ചാർജും ഇല്ലായിരുന്നു. പീരീഡ്സ് ആയാലുള്ളത് അറിയാമല്ലോ എല്ലാവർക്കും. ഞാൻ നല്ല ഡീപ്പ് ഉറങ്ങിയിട്ട് ഇപ്പോൾ 3 മണി ആയിട്ടുണ്ട്. ഇപ്പം എണീച്ച് ഫുഡൊക്കെ കഴിച്ച് അപ്പോൾ ഇനി ബാക്കിയുള്ള വീഡിയോസ് നമുക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്താണ്. എല്ലാവരും നമ്മളോട് ക്ഷമിക്കുക. തീരെ വയ്യാണ്ടായിപ്പോയി, പറ്റ ലോ ആയിപ്പോയി. അപ്പം നല്ലോണം കിടന്ന് ഉറങ്ങിയപ്പം ശരിയായിട്ടുണ്ട്. എന്നാലും വേദന കാര്യങ്ങളൊന്നും കുറഞ്ഞിട്ടില്ല. ഫസ്റ്റ് ഡേ ആണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള വേദനയും കാര്യങ്ങളും നല്ലോണം ഉണ്ട്. കൂടാത്തതിനിതാ നല്ലൊരു പണിയാണ്. എൻ്റെ കൂടെ വലിയൊരു പുണ്ണുണ്ടായിട്ടുണ്ട്. ഈ പുണ്ണ് എന്നെ വിട്ടിട്ട് പോവുകയില്ല തോന്നുന്നുണ്ട്. അങ്ങനെ സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഓക്കെ, അപ്പം അതാണ്. ഇനിയിപ്പോൾ അമ്പുവിനെ കൂട്ടാൻ വേണ്ടിയിട്ട് പോകണം. 3 മണി ആയിട്ടുണ്ട്. 3:30 ആകുമ്പോഴാണ് അവർ അംഗനവാടി വിടുക. അപ്പോൾ അതിന് മുന്നേയിട്ട് പോകണം. പിന്നെന്താണ്, അപ്പോൾ വീഡിയോസ് ഞാനിനി കുറച്ച് വീഡിയോസൊക്കെ എടുക്കാറുണ്ട്. ഫസ്റ്റ് ഡേ ആണ് എനിക്ക് തീരെ വയ്യ. അപ്പോൾ അതുകൊണ്ടാണ്. എന്നാലും ഞാൻ എന്തായാലും വീഡിയോ എടുക്കൂട്ടോ. വീഡിയോ നമുക്കിനി സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളൊരു കാര്യമില്ല. കുഞ്ഞ് വീഡിയോസ് ആയാലും ഞാൻ എന്തായാലും നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കാം കേട്ടോ. ഗൈസ്, ഇവിടെ നല്ല അടിപൊളി മഴയാണ് കേട്ടോ. അടിപൊളി തന്നെ, അടിപൊളി. ഇതാ വെള്ളമൊക്കെ പോകാൻ തുടങ്ങി. നല്ല മഴയാണ്. അയ്യോ, ഇതാ ഇതവിടെ അമ്പുവിൻ്റെ വണ്ടി ഇതവിടെ. നല്ല മഴയും കാറ്റും, അടിപൊളി. കുറേ കാലത്തിന് ശേഷം അപ്പം ഒരു മഴ കിട്ടണം, നല്ല അടിപൊളി മഴ. ഇതിൻ്റെ ഇടയിൽ രാത്രി ഇട്ട് പെയ്തിരുന്നുണ്ട്. പക്ഷെ ഇല്ല എന്നാലും മഴ കണ്ട് അന്തം വിട്ട് നിൽക്കുന്നു. ഗൈസ്, അപ്പോൾ മഴയൊക്കെ നിന്നിട്ടോ. മഴയൊക്കെ പോയി, സെറ്റായി. ഞാനിപ്പോൾ മുറ്റൊക്കെ അടിച്ചു വാരിയിട്ട് ഫുള്ള് ചണ്ടിയിരുന്നു. മുറ്റൊക്കെ അടിച്ചു വാരിയിട്ട് പൂക്കളൊക്കെ കാണിച്ചു. അടിപൊളി പൂക്കളുണ്ടോ. ഇത് വേറൊരു ടൈപ്പ് പൂക്കൾ. സെയിമാണ്, ഒരു ചെമ്പരത്തി. ഗൈസ്, അപ്പം ഞാൻ മഴ പെയ്യുന്ന സമയത്ത് വേഗം ചോറൊക്കെ ഉണ്ടാക്കി കേട്ടോ. ചോറൊക്കെ ഉണ്ടാക്കി വെച്ച് ഇനി ചിക്കൻ കൊണ്ടുവന്നാൽ അതൊന്ന് കറി വയ്ക്കണം.
പ്രത്യേകിച്ചൊന്നുമില്ല. മീൻ നല്ല കിട്ടിയില്ലെങ്കിൽ ഞാൻ പ്രകാശ് ചേട്ടനോടാണ് പറഞ്ഞത്, നിശ്ചയിച്ചീൻ്റെ നമ്മളെ വീട്ടിനടുത്തുള്ള. അപ്പം ചതവിടെ കിടക്കുന്നുണ്ട്, പ്രകാശ് ചേട്ടൻ കൊണ്ടുത്തരും. അപ്പോൾ പിന്നെ നമുക്ക് വേഗം കറിയൊക്കെ വയ്ക്കാം. ഇനി ഇരുട്ടാവുന്നതിന് മുന്നേ കറിയൊക്കെ വെച്ചാൽ ഇവിടെ കറണ്ടും ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ കറണ്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ വറ്റി തുടങ്ങി. ഇവിടേക്ക് ഒന്ന് അടിച്ചു വരണം, ഇവിടെയൊക്കെ കച്ചറ ഉണ്ട്. ഇത്രയേ ഉള്ളൂ. പുതുതായിട്ടായിരുന്നു നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബായ്.